ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീ മാർക്കറ്റിനേക്കാൾ ഉപരി ഇന്നത്തെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി നമുക്ക് ലെവലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് അത്യാവശ്യം നമുക്ക് ലെവലുകൾ പറയാം. പക്ഷേങ്കിൽ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം റൂമറുകൾ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ഒരു വ്യൂ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കെന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺവിക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പലരും പേഴ്സണലായിട്ട് തന്നെ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ എങ്ങനെയാണ് സാറിൻ്റെ വ്യൂ എങ്ങനെ? അപ്പം കോമൺ ആയിട്ടങ്ങ് പറഞ്ഞു കളയാം, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം എന്താണ് ഇന്നത്തെ മാർക്കറ്റിനകത്തിൽ ഇപ്പം എല്ലാ ഗ്രൂപ്പിലും കറങ്ങി നടക്കുന്ന ഒരു സംഭവമാണ്, മാർക്കറ്റ് പൊട്ടിത്തകരാൻ പോവുകയാണ്. അതുകൊണ്ട് STT കൂട്ടി, അതുകൊണ്ട് മാർക്കറ്റ് പൊട്ടിത്തകരി, ഇനി മുടിഞ്ഞ സെൽ ഓഫ് അവർ വരാൻ പോകുന്നൊക്കെ ഉള്ള ഒരു ന്യൂസുകൾ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പം എന്താണ് അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നോക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അതുകൊണ്ട് ഞാൻ ഈ നേരിട്ട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ STT കൂട്ടി എന്ന് പറയുന്നു. അപ്പം STT കൂട്ടി എന്ന് പറയുമ്പം ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കുന്നവർക്ക്, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് .02 എന്നുള്ളത് .05 ആക്കി. ഓക്കെ, ഈ .02 നിന്ന് .05 ആക്കി എന്ന് പറയുമ്പം ഏകദേശം ഒരു ലോട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ബൈ ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു 400 രൂപയുടെ ഡിഫറൻസ്, 400 മുതൽ 500 രൂപയുടെ ഒരു വ്യത്യാസം ചാർജസ് വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക്. അപ്പോൾ ഈ 400-500 കൂടി കൊണ്ട് ഒരു ഓപ്ഷൻ പിന്നെ ഈ ഫ്യൂച്ചറിൻ്റെ ബൈങ്ങോ സെല്ലിങ്ങോ നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ അത് കാശുകാരുടെ കാര്യമല്ല. നമ്മളെപ്പോലെ പാവം പിടിച്ച 10,000-25,000 വെച്ച് ട്രേഡ് ചെയ്യുന്നവരുടെ കാര്യം എടുക്കാമല്ലോ. അവരുടെ ഓപ്ഷൻ ഈ ഫ്യൂച്ചറുകാരുടെ കാര്യം വിട്ടാലേ നമ്മൾ ഓപ്ഷൻകാരെ എടുക്കാം. ഓപ്ഷനിൽ ഇപ്പം നമ്മൾ സപ്പോസ് ഒരു ഓപ്ഷൻസിനകത്തിനാണെന്നുണ്ടെങ്കിൽ .01 എന്നുള്ളത് .015 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം .1 എന്നുള്ളത് .15 ആക്കിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് നമുക്ക് നോക്കാം. അതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10,000 രൂപ കൊടുത്ത് ഒരു പിന്നെ ഓപ്ഷൻ ബൈ ഓപ്ഷൻ സൈഡിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 10,000 രൂപയുടെ വാല്യൂ ഓപ്ഷനുകാരുടെ കാര്യം പറയുന്നത്, നിങ്ങൾക്ക് കൂടാൻ പോകുന്നത് 10,000 ഇൻറ്റു 0.15%. എത്രയാണ്? 15 രൂപ. 10,000 രൂപയ്ക്ക് കൂടാൻ പോകുന്നത് 15 രൂപ. 15 രൂപ കൂടി എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ഓപ്ഷൻ ട്രേഡിങ് നിർത്താൻ പോകുന്നുണ്ടോ? പറഞ്ഞു, തുറന്നു പറഞ്ഞു. 15 രൂപ അവർ കൂട്ടി. ഒരു ലോട്ടിൽ നിങ്ങൾ 10,000 രൂപയുടെ ഒരു ലോട്ട് ചെയ്യുമ്പം 15 രൂപ കൂട്ടി എന്ന് വിചാരിച്ച് നിങ്ങൾ ഓപ്ഷൻ ബൈങ് നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ചോദിക്കുക, നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, 15 രൂപ കൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ ഓപ്ഷൻ ബൈങ് നിർത്തുമോ എന്ന് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം ആ ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് STT കൂട്ടിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പൊട്ടി തകരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നത്തെ ബജറ്റ് നമ്മൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ശോഭനമായ ഭാവിക്ക് ഉതകുന്ന രീതിയിലൊരു ബജറ്റാണ് ഇന്ന് മൊത്തത്തിൽ. ഞാൻ വലിയ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, എൻ്റെ പരിമിതമായ അറിവിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരത്തുള്ളൂ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു സമ്മറി മാത്രം നിങ്ങളോട് പറയാം. എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ധാരാളം ഇനി വൈകുന്നേരങ്ങൾക്ക് ധാരാളം യൂട്യൂബിലും അല്ലാതെ മറ്റ് ചർച്ചകളൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കുക. എങ്കിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം. ഈ ഒരു ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ശോഭനമായ ഭാവിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ബജറ്റാണ്. കാരണം ഇന്ത്യയുടെ ഒരു വളർച്ചാ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിന് ഉതകും വിധം അതിന് എന്തുമാത്രം ബജറ്റ് ഫണ്ട് അലോക്കേഷൻ നടത്താമോ ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്തേക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് വന്നിരിക്കുന്ന ബജറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അതിനകത്തിൽ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ നടത്തിയിരിക്കുന്നത് ഡിഫൻസിനാണ്. ഡിഫൻസിന് നല്ല രീതിയിൽ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 ഫോൾഡ് ഇൻ്റലിജൻസും മറ്റ് ഡിഫൻസിൻ്റെയും, അതായത് നമ്മളുടെ പ്രതിരോധ മേഖലകളിൽ ഏതൊക്കെ രീതിയിൽ ഡെവലപ്മെൻറ്റ്സ് വരുത്തണമെന്ന് മുന്നേ കണ്ടുകൊണ്ട്, ഓക്കെ, ഭാവിയിലേക്കും നമ്മളുടെ രാജ്യം സുരക്ഷിതമായിരിക്കണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ പങ്ക് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഓക്കെ,
ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് MSME പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് അലോക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. MSME എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? MSME എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. ഇതാണ് MSME. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം. ഇങ്ങനെ MSME എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ, എല്ലാവരും പഠിച്ചു വരുന്നതായിരിക്കത്തില്ലല്ലോ. അപ്പം അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം, പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും MSME എന്ന്. അപ്പോൾ MSME എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ്, ചെറുകിട സംരംഭങ്ങൾ. ഒറ്റ വാക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനുവേണ്ടി ധാരാളം ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക. ചെറിയ സംരംഭങ്ങൾ, വീടുകളിൽ കൂടുതൽ വ്യവസായവും അങ്ങനെയുള്ള ചെറിയ എന്താ പറയുക, വലിയ ലൈസൻസുകളോ മറ്റു കാര്യങ്ങളും വേണ്ടാത്ത വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞു ഫാക്ടറികളോ കുഞ്ഞു ഈ പ്രൊഡക്ടിവിറ്റി നടത്തത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ, അതിനുവേണ്ടി ധാരാളം ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾ. അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി, പിന്നെ സെമി കണ്ടക്ടറിന് വേണ്ടി ധാരാളം ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടർ, അതായത് നമ്മളിപ്പോൾ അറിയാമല്ലോ, ചിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ രാജ്യത്ത് സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ഒരു സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് സെമി കണ്ടക്ടറിന് വേണ്ടി, അതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി, അത് ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അതിനുവേണ്ടി ധാരാളം ഫണ്ട് ഈ ബജറ്റിനകത്തിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് നമ്മൾ പലരും പ്രതീക്ഷിച്ചിരുന്നു ടാക്സ് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. പക്ഷേ ടാക്സിനകത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടെ തന്നെയാണ്, ടാക്സിനകത്തിൽ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ ITR ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ചില ഡേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെന്നുള്ളത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ITRയോട് ബന്ധപ്പെട്ട് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കോസ്റ്റൽ ഷിപ്പിംഗ്. അതായത് ധാരാളം കോറിഡോറുകൾ, അതായത് ഫാസ്റ്റായിട്ട് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ, നമ്മുടെ ഗുഡ്സ് ആയാലും മറ്റ് ചരക്ക് സാധനങ്ങളായാലും റെയിൽവേ കോറിഡോർ, അതായത് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കേരളത്തിൽ നിന്നും ഒരു ലോറി ഇപ്പം എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം 3 ദിവസമെങ്കിലും ലോറി യാത്ര ചെയ്തെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതോടാൻ വരെ എത്തത്തുള്ളൂ. അതേസമയം അതിന് പകരം ഈ കണ്ടിട്ടില്ലേ, നമ്മുടെ ഈ ഗുഡ്സിലൊക്കെ റെയിൽവേയിൽ ലോറി കയറ്റിയിട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള സംവിധാനം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 24 മണിക്കൂർ കൊണ്ട് ഈ സാധനം അവിടം വരെ എത്തും. ഇല്ലെങ്കിൽ ചരക്ക് ഗതാഗതം പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ഗുഡ്സ് വഴിയോ വാഗൺസ് വഴിയോ എത്തിക്കത്തക്ക രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പോൾ അതിനുവേണ്ടിയും ധാരാളം പൈസ മുടക്കാൻ പിന്നെ ഈ ബജറ്റിനകത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം പോർട്ടൊക്കെ ഇല്ലേ, വിഴിഞ്ഞം പോർട്ടിൽ അപ്പോൾ അവിടെ വലിയ മദർഷിപ്പുകൾ വന്ന് പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പിന്നെ ഒരു ഷിപ്പ് യാർഡാണ് നമ്മളുടെ പോർട്ടാണ് വിഴിഞ്ഞം. അപ്പോൾ അവിടെ വലിയ മദർഷിപ്പുകൾ വരത്തില്ല. ബാക്കി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ കൊച്ചിയിലേക്ക് ഒരു സാധനം പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മദ്രാസിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് ഇറക്കിയ ശേഷം അവിടുന്ന് ചെറു കപ്പലുകളിലാക്കിയിട്ടായിരിക്കും മറ്റുള്ള തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെ ആ കോസ്റ്റൽ ഷിപ്പിംഗ് വർദ്ധിപ്പിക്കുക, അതായത് പെട്ടെന്ന് തന്നെ സാധനങ്ങളുടെ മൂവ്മെൻറ്റ്സ് വലിയ ഷിപ്പുകൾ ഏതെങ്കിലും വലിയ പിന്നെ യാർഡിൽ വന്നതിന് ശേഷം അവിടുന്ന് ചെറിയ ഷിപ്പുകളിൽ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ, അതാണ് കോസ്റ്റൽ ഷിപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറിനെ എത്രത്തോളം ഉയർത്താമോ, മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയോടെ നമ്മുടെ രാജ്യത്തെ എങ്ങനെ വളർത്തിയെടുക്കാം, മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു പദ്ധതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റ് നമുക്ക് ആകെത്തുകയായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. അപ്പം അല്ലാതെ നമുക്ക് നെഗറ്റീവായിട്ട് അത് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ആൾക്കാർ പലവിധമല്ലേ, പലരും പല കാര്യങ്ങളും പറയും. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നല്ല രീതിയിലൊരു ബജറ്റാണ്. അപ്പോൾ ഇത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കും. ഇതിപ്പം ഉടനെ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഭാവിയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കത്തക്ക രീതിയിൽ, ഇന്ത്യയുടെ GDP വളരത്തക്ക രീതിയിൽ, ഇന്ത്യയെ ആഗോളതലത്തിൽ ഉയർത്തി കാണിക്കത്തക്ക രീതിയിലുമുള്ള ഒരു വളർച്ച ഇന്ത്യക്ക് വരുവാൻ വേണ്ടി ഉള്ള ഫണ്ട് അലോക്കേഷനാണ് ഈ ബജറ്റിനകത്ത് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട്, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ പറഞ്ഞു, ഇന്ന് പിന്നെ മാർക്കറ്റ് വലുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് FIs ഒന്നും കാണത്തില്ല, അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല, ഇവിടെ തന്നെ കിടന്ന് കറങ്ങത്തുള്ളൂ എന്ന് ആരോ പറഞ്ഞു കേട്ടു. അപ്പം
ഞാൻ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ നമുക്ക് പല റൂമറുകൾ മാർക്കറ്റിൽ കേൾക്കാം. നമ്മൾ ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റ് വേണം. ഇല്ലേ? നമ്മുടെ ഈ ഇന്ത്യയുടെ ഈ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇവൻ്റാണ് ബജറ്റ് ഡേ എന്ന് പറയുന്നത്. അന്ന് FIS മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അപ്പോൾ നമ്മൾ അത് ഞാൻ എക്സ് ഓർ വൈ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമ്മളങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി നമ്മൾ പിന്നെ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. എന്താണ് പിന്നെ നടക്കാൻ പോകുന്നത്, എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും, കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമുക്കൊരു സംഭവം നമ്മുടെ കൈ കിട്ടുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തണം, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ് സ്വയം വിലയിരുത്തി അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഈ ബജറ്റ് നമുക്ക് ഭാവി ശോഭനമാക്കുന്നൊരു ബജറ്റ് തന്നെയാണ്. ഇത് നമ്മുടെ മാർക്കറ്റിനെ ഇന്നല്ലെങ്കിൽ നാളെ, ഇതിപ്പം ഇന്ന് മാർക്കറ്റ് ഇപ്പം ടോപ്പിൽ നിന്ന് 900 പോയിന്റോളം മാർക്കറ്റ് താഴെ പോയി, ഇല്ലേ? 900 പോയിന്റോളം താഴെ പോയെങ്കിലും മാർക്കറ്റ് അവിടെ ചെറുതായിട്ട് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രതീക്ഷ ചിലപ്പോൾ തെറ്റിപ്പോകാം, ചിലപ്പോൾ ഞാൻ പറയുന്നത് ഉളത്തരമായി പോകാം, ചിലപ്പോൾ നിങ്ങൾ എന്നെ പൊങ്കാലയിടും, കുഴപ്പമില്ല. പക്ഷേ ആ പൊങ്കാലയിടുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ വ്യൂ അതാണ്. മാർക്കറ്റ് ഇവിടുന്ന് ഈ ബജറ്റ് പ്രകാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോ വെച്ചിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഒരു മാസം ഉണ്ടല്ലോ, ഫെബ്രുവരി തീരാൻ ഈ ഒരു മാസമുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിനകം മാർക്കറ്റ് തിരിച്ചു കയറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരുന്ന വഴിയെ കണ്ടറിയാം. താഴെ പോയി കഴിഞ്ഞാൽ പൊങ്കാല മേടിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഈ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനാണ് സാധ്യത. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് 400-500 പോയിന്റോളം മാർക്കറ്റ് തിരിച്ചു കയറി വീണ്ടും ഇന്ന് ബജറ്റ് ഡേ, ഇവൻഫുൾ ഡേ ആണ്, മാർക്കറ്റ് തിരിച്ച് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ള കാര്യം. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനാണ്, ദൈവമല്ല, തെറ്റിപ്പോകാം. എങ്കിലും ആയാലും പൊങ്കാല വരുന്ന അറിയാം. ആ പൊങ്കാല പ്രതീക്ഷയോട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അപ്പം നമുക്കിനി ചാർട്ടിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നത്, ഇന്ന് ബജറ്റ് ഡേ ആണ്, പുതിയ ആൾക്കാർ നിങ്ങൾ മാറി നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും പുതിയ ആൾക്കാരെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇങ്ങനെയുള്ള ഇവൻഫുൾ ഡേയിൽ ട്രേഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കേസാണ്. പുതിയ ആൾക്കാരാകുമ്പോൾ എവിടെ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം, എവിടെ കയറണം എന്ന് അവർക്ക് വലിയ ധാരണ കാണത്തില്ല. കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കും, ഇല്ലേ? ആ ഫാസ്റ്റിനകത്ത് ചിലപ്പം അവർ പകച്ചു പോകും. ശരിയല്ലേ പറഞ്ഞാൽ? പകച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കുക, നമ്മൾ കണ്ടുപഠിക്കുക എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. വെറുതെ നമ്മൾ കാശ് കൊണ്ട് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് പറഞ്ഞു തന്നപ്പോൾ പലരും അതനുസരിച്ചു. അപ്പം ധാരാളം ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് കഴിഞ്ഞപ്പോൾ ധാരാളം പേർക്ക് മെസ്സേജ് അയച്ചു, സാർ അത് ഞങ്ങൾ പറഞ്ഞത് നന്നായി പോയി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. നമുക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലല്ലോ. അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു വശം. അപ്പോൾ മാർക്കറ്റിന് മുകളോട്ട് കയറും, ഒരു സൈഡിൽ കൂടെ മുകളോട്ട് കയറുക, താഴോട്ട് വീഴുക മാത്രമല്ല, ഇങ്ങനൊരു വശം കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇവൻഫുൾ ഡേയിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റക്കായി നോക്കട്ടെ. 25,406 നമ്മുടെ പോയിന്റ് ഉണ്ടായിരുന്നു. 406 പോയി നിന്ന് മാർക്കറ്റ് അവിടുന്ന് ഒരൊറ്റ 333 വരെ പോയി. 400 അടുത്ത് വരെ പോയ മാർക്കറ്റ് ഒരൊറ്റ ഫോള് വന്നതിന് ശേഷം ഏകദേശം അവിടുന്ന് 24,600 വരെ വന്നു. 24 ശേഷം 800-900 പോയിന്റിനടുത്ത് 400-800 പോയിന്റിനടുത്ത് എന്ത് ചെയ്തു? മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പൊട്ടി. ആ STTയുടെ സംഭവം വന്നപ്പോഴാണ് മാർക്കറ്റ് ഇത്രയും പൊട്ടിയത്. അത് ഒരു ടെമ്പററി ആണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. കാരണം ഈ ഏരിയയിൽ മാർക്കറ്റ് ഇത്രയും ഡ്രാസ്റ്റിക്കായിട്ട് താഴെ പോയപ്പോൾ ഞാൻ ഇവിടുന്ന് CE വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞല്ലോ. വെറും 15 രൂപയുടെ 10,000 രൂപയുടെ ഒരു സ്ട്രൈക്ക് മേടിക്കുമ്പോൾ നമുക്ക് ആകെ ചിലവ് വരുന്നത് 15 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ 15 രൂപ വെച്ച് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് നിർത്താൻ പോകുന്നുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓക്കെ. അപ്പം പിന്നെ ഫ്യൂച്ചർ വാങ്ങിക്കുന്നവർക്ക് 400 രൂപയുടെ വ്യത്യാസം വരും. അത് അവർക്ക് അത്രയും വലിയ ലാർജ് ക്യാപിറ്റൽ വെക്കുമ്പോൾ 400 രൂപ അവർക്ക് വലുതാണോ ഇല്ലെന്ന് അവർ വേണം ചിന്തിക്കാൻ. ഓക്കെ. എന്തായാലും മാർക്കറ്റ് വീണു. നമ്മളുടെ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ പറഞ്ഞു 920 എന്ന് പറയുന്നത് നമുക്കൊരു വലിയ മേജർ ഒരു ലോ ലെവലാണ്. ഈ ലെവൽ തട്ടി താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പോകാൻ സാധ്യതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും രീതി കാരണവശാൽ 920 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾക്ക് ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 920-നും താഴെയാണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 920-ന് താഴെ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 920-ന് മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോട് കൂടെ ഓപ്പൺ ചെയ്താൽ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്യുകയോ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് 920-ന് മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഉള്ളൂ. അപ്പോൾ തന്നെ താഴോട്ട് ഞാനൊരു വീഴ്ച പ്രതീക്ഷിക്കുന്നില്ല. ഈ ലോയാണ് നമുക്കൊരു ടെമ്പററി ആയിട്ട് ഒരു ലോ എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്ത ലോയാണ്. ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്ത ലോയാണ്. ഇതിന് താഴെ പോകണം. 24,566-ന് താഴെ പോയി ഒരു 15 മിനിറ്റ് നേരം ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇല്ല നാളെ ഗ്യാപ്പ് അപ്പോട് കൂടി ഇതിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ഓപ്പൺ ആകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് നാളെ ഇവിടെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും 24,920-ന് മുകളിലോട്ട് മാർക്കറ്റ് കയറി 25,000 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് തന്നെ പോകും. ഞാനൊരു കാര്യം പറയാം, വളരെ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് താഴോട്ടൊരു വ്യൂ ഇല്ല. ക്ലിയറായിട്ട് ഞാൻ പറയുകയാണ്. എനിക്കറിയാം പൊങ്കാല പ്രതിഷ്ഠയോടാണ് ഞാൻ പറയുന്നത്, പക്ഷേ എനിക്ക് താഴോട്ടൊരു വ്യൂ എനിക്ക് നിലവിൽ ഇപ്പോഴത്തെ ബജറ്റ് വെച്ചിട്ട് എനിക്ക് ഇല്ല. ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് പോകുമായിരിക്കാം, പക്ഷേങ്കിൽ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, നോക്കി ഇരിക്കും. അപ്പം അതാണ് എൻ്റെ ഒരു വ്യൂ, എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഈ 24,500 അല്ല പിന്നെ വ്യൂ വരണം. 24,500 എന്ന് പറയുന്ന സൈക്കോളജി സപ്പോർട്ട് പൊട്ടണം. 24,500 എന്ന് പറഞ്ഞാൽ സൈക്കോളജി സപ്പോർട്ട്, അപ്പോൾ നമുക്ക് വരച്ചിട്ടേക്കാം. 24,500-ന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. 24,500 ഈ 24,500-ന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് പൊട്ടും. പിന്നെ അങ്ങനെയാണ് നമ്മൾ 23,800 വരെ കാണേണ്ടി വരും. 24,500-ന് താഴെ മാർക്കറ്റ് പോയാൽ 23,800 വരെ ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് അങ്ങനെ പോകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റാവാം. എങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, 920-ന് മുകളിൽ നാളെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും നമുക്കൊരു അപ്സൈഡ് മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനിപ്പം വേറെ വരകളൊന്നും കൂടുതൽ വരയ്ക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കുറേ വരകളുടെ കിടപ്പുണ്ട്, നിങ്ങൾക്കറിയാം വരകളെല്ലാം ഇല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം ഈ ഒരു വര ഇവിടെ ഇല്ലാത്ത വരയായത്, ഇപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല, അത് പോട്ടെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴയ വരകൾ തന്നെ അവിടെ കിടക്കുന്നത്, ആ വര അവിടെ തന്നെ കിടന്നോട്ടെ. വേറെ നമ്മുടെ വരകളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, എത്രയാണ് ഓർമ്മയുണ്ടല്ലോ, 25,000, 25,169, 219, 230, 333, 406, 520 ഒക്കെ നമുക്ക് വരകൾ നമുക്കെല്ലാം കാണാപ്പാടമാണ്. എന്തായാലും ആ വരകളൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് നാളെ നോക്കുക. അതിനുശേഷം ബാക്കി നമുക്ക് കളത്തിൽ കാണാം. നാളെ ഞാൻ ഒരു പക്ഷെങ്കിൽ ഞാൻ കഴിവതും വരാൻ ശ്രമിക്കാം. നാളെ എനിക്കൊരു യാത്രയുണ്ട്. അപ്പോൾ എങ്കിലും യാത്രയുടെ നടുവിലും ഞാൻ മാക്സിമം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ ഞാൻ ട്രെയിനിലായിരിക്കും, എനിക്ക് നെറ്റ് കിട്ടുമല്ലെന്ന് അറിയത്തില്ല. എനിവേ എന്തായാലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് എൻ്റെ ഫോണിൽ നെറ്റുണ്ട്, എനിക്ക് ജീവനും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നാളെ നിർണായകമായിരിക്കും മാർക്കറ്റ്. നാളെ മാർക്കറ്റിൻ്റെ ദിശ തീരുമാനിക്കുന്ന ദിവസമായിരിക്കും നാളെ. അപ്പോൾ നമുക്ക് നാളെ കാണാം അങ്കത്തട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ യൂട്യൂബൊക്കെ നോക്കി മനസ്സിലാക്കുക, ബജറ്റുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.